ധർമ്മസ്ഥല കേസന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തീരുമാനമെടുത്തേക്കും. അതേസമയം 13-ാം പോയിന്റിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ചേർത്തല ജൈനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് നടപടി. DNA പരിശോധനയ്ക്കായി ആദ്യം അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കേസിൽ നിർണായകം. അതേസമയം സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ബന്ധുവിനെയും അയൽവാസിയുടെയും തുറന്നുപറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ അധിക്ഷേപ പോസ്റ്റ് പിൻവലിച്ച നടൻ വിനായകൻ. അസഭ്യം ഒഴിവാക്കി വിമർശനം ഉന്നയിച്ചുള്ളതാണ് പുതിയ പോസ്റ്റ്. സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുമെന്നും ആണ് വിനായകൻ പുതിയ FB പോസ്റ്റിൽ പറയുന്നത്. ഇതിനിടെ അധിക്ഷേപ പോസ്റ്റിൽ നടപടി ആവശ്യപ്പെട്ട് വിനായകനെതിരെ പോലീസിൽ പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് DGPക്ക് പരാതി നൽകിയത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചെന്ന കേസിൽ നടി ശ്വേത മേനോൻ കോടതിയിലേക്ക്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ശ്വേതയ്ക്കെതിരെ കേസെടുത്തതോടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വിവാദം കത്തിപ്പടരുന്നു. ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണം ശക്തം. അമ്മ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാലാണ് പരാതിയെന്ന ശ്വേത ഹൈക്കോടതിയിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ ശക്തിയായ സ്ഥാനാർത്ഥിയാണ്. ദുരുദ്ദേശത്തോടെയും പകയോടെയുമാണ് തനിക്കെതിരായ പരാതി. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് അട്ടിമറിക്കാനാണ് പരാതിക്കാരന്റെ ശ്രമം. ദുരുദ്ദേശത്തിനായി കോടതി ഉപയോഗിക്കുന്നത് തടയണമെന്നും ശ്വേത മേനോൻ. നടി ശ്വേത മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും തന്റെ പരാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന നടിക്കെതിരെ പരാതി നൽകിയ മാർട്ടിൻ മെനാച്ചേരി. താൻ പരാതി നൽകിയത് മാർച്ച് 3-നാണെന്നും അന്ന് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും മാർട്ടിൻ. നടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്ന് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നും കമ്മീഷണർ. നടി ശ്വേത മേനോന് പിന്തുണയുമായി നടൻ രവീന്ദ്രൻ. കേസ് ദൗർഭാഗ്യകരം. ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. അഭിനേതാക്കളെ കരിവാരി തേക്കുന്നവർക്ക് എതിരെ സിനിമാ നയത്തിൽ നടപടി ഉണ്ടാകണമെന്നും രവീന്ദ്രൻ. മാർട്ടിൻ